ഇന്ന് പല രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നത്. സാധാരണ കണ്ടുവരുന്ന വിവാഹ സമ്പ്രദായങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാരം. ഇന്ന് സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനോ ഒരു കുടുംബജീവിതം നടത്താനോ ഗർഭം ധരിക്കാനോ താല്പര്യമില്ല എന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഈ ചിന്താഗതിയാണ് വിവാഹങ്ങൾ കുറയാൻ കാരണമായത്. ഇപ്പോൾ ജപ്പാനും വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. രാജ്യത്ത് വിവാഹിതരാകുന്നവരുടെ എണ്ണം കുത്തനെ ഇടിയുകയും കുട്ടികളുടെ ജനനനിരക്കിൽ വലിയ കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ജപ്പാനിൽ ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ ഈ വിവാഹ പ്രതിസന്ധി മറികടക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ജാപ്പനീസ് ഭരണകൂടം. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ആദ്യ പദ്ധതി തന്നെ രാജ്യവ്യാപകമായി ഉയർന്ന എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ നഗരത്തിൽ സ്ത്രീകൾക്ക് 6 ലക്ഷം yen വരെ പ്രോത്സാഹനമായി നൽകുന്നതായിരുന്നു ജാപ്പനീസ് ഗവൺമെന്റിന്റെ പദ്ധതി. രാജ്യത്ത് 90 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വിവാഹങ്ങൾ നടന്ന വർഷമായാണ് ഈ കഴിഞ്ഞ വർഷത്തെ ജപ്പാനിലെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വിശേഷിപ്പിക്കുന്നത്. കണക്കുകൾ പ്രകാരം 5 ലക്ഷത്തിൽ താഴെ വിവാഹങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്ക് പുറമെ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ജപ്പാനിലെ ചെറുപ്പക്കാർ വിമുഖത കാണിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ വിവാഹം, കുട്ടികൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം യുവാക്കൾക്കിടയിൽ കുറഞ്ഞു വരികയാണെന്നാണ് ജപ്പാനിലെ സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ജപ്പാൻ 2023 പോപ്പുലേഷൻ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഗ്രാമങ്ങളിൽ നിന്ന് ടോക്കിയോയിലേക്ക് മാറി താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വലിയ രീതിയിലുള്ള മാറ്റം ഗ്രാമപ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ പലതും വിജനമായി തുടങ്ങിയെന്നും ജനസംഖ്യാ കുറവ് കാരണം പല സ്കൂളുകളും ആശുപത്രികളും അടച്ചുപൂട്ടേണ്ടി വന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഗ്രാമീണ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന യുവതികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. ടോക്കിയോയിലെ ഏകദേശം 23 മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നവർ ജോലി ചെയ്യുന്നതായ അവിവാഹിതരായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം വിവാഹത്തിന് തയ്യാറായാൽ പണം ലഭിക്കുക. എന്നാൽ വിചാരിച്ച രീതിയിൽ ജാപ്പനീസ് സർക്കാരിന്റെ ഈ ബുദ്ധി രാജ്യത്തെ യുവതികളെ ആകർഷിച്ചില്ല. അത് മാത്രമല്ല, രാജ്യത്തുടനീളം വലിയ വിമർശനങ്ങളാണ് പദ്ധതിയുടെ പേരിൽ സർക്കാരിനെതിരെ ഉയർന്നത്. ഇതോടെയാണ് ഓഗസ്റ്റ് 30 ജാപ്പനീസ് സർക്കാർ താൽക്കാലികമായി ഈ പദ്ധതി നിർത്തുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പദ്ധതി വീണ്ടും ജാപ്പനീസ് സർക്കാർ തുടങ്ങാനാണ് സാധ്യത. കാരണം ജപ്പാനിൽ ജനസംഖ്യ കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ പദ്ധതി തുടങ്ങിവെക്കും. എന്നാൽ ജാപ്പനീസ് സർക്കാരിന്റെ ഈ നയം ജാപ്പനീസ് ജനവാസിക്ക് സംഘർഷം സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ്.